ഫ്രണ്ട്സ്, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജൂലൈ 15. അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി, എൻ്റെ മോളുടെ ഗിഫ്റ്റ്. ഇതാണ് ആ ഗിഫ്റ്റ്. എനിക്ക് സാധാരണ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റൊന്നും കിട്ടാറില്ല, ഇതുവരെയും കിട്ടിയിട്ടില്ല. അന്നേരം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടു തന്നത് എൻ്റെ പൊന്നുമാണ്. എനിക്ക് പ്രീഷ്യസ് ഗിഫ്റ്റായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് കരച്ചിലോ എന്തൊക്കെയോ വന്നു. കാരണം അവളുടെ ആ ഒരു പ്രായത്തിൽ എനിക്ക് തരാൻ പറ്റുന്ന കണക്കത്തെ ഗിഫ്റ്റ് എനിക്ക് റെഡിയാക്കി തന്നത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. എനിക്കപ്പോൾ ഞാൻ കരച്ചിലായിരുന്നു, സന്തോഷമാണോ സങ്കടമാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരയൊക്കെ ചെയ്തു, ഭയങ്കര ഇമോഷനൊക്കെ. കാണുന്നവർക്ക് വിചാരിക്കും അതിന് എന്തുള്ള അതിന് വേണ്ടി എന്തോ സംഭവം എന്ന് വിചാരിക്കും. പക്ഷെ അവളുടെ ആ ഒരു മനസ്സിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത വന്നത് തന്നെ വലിയൊരു ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് എന്തോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് അവരുടെ ബർത്ത്ഡേക്ക്, കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ചിരുന്ന സംഭവം. ഇത് ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അത് അവളുടെ കൂട്ടുകാരി കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ക്രാഫ്റ്റായത്. അപ്പോൾ അവളുടെ കൂട്ടുകാരിക്ക് ഇതിനകത്ത് താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. അവളെൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്, ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. അപ്പം അവൾ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവർ തന്നെ റെഡിയാക്കിയൊരു സംഭവമാണ്. അങ്ങനെ ഇത് അവൾക്ക് കൊടുത്ത് അവരങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ തട്ട് നമ്മൾ തുറന്ന് അതിനകത്ത് നോക്കുമ്പോൾ കുറേ ചോക്ലേറ്റ്സ് ഇതിനകത്തുണ്ട്. കുറേ ഉണ്ടായിരുന്നു, അത് അവർ തന്നെ കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് പൂക്കളൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തൊക്കെ പൈസ കൊടുത്ത് മേടിച്ചത്. ആ കുട്ടി അവളുടെ കയ്യിലില്ലാഞ്ഞ് അവളുടെ അച്ഛൻ്റെ അമ്മയടുത്ത് പൈസയൊക്കെ ചോദിച്ച് അങ്ങനെ കളക്ട് ചെയ്ത് മേടിച്ച പൂക്കൾ കൊണ്ട് അറേഞ്ച് ചെയ്തതാണ് ഈ പൂക്കളൊക്കെ. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ പൈസ ചിലവാക്കി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതൊന്നും. പിന്നെ അതിന് ശേഷം താണ്ടെ കുറേ കാർഡ്സ്, കുറേ ലെറ്റേഴ്സ് എഴുതി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മോം, യു ആർ ദ ബെസ്റ്റ് മോം, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ ഇൻ മൈ മെനി പ്രോബ്ലംസ് മോം, ലവ് യു മോം, താങ്ക്സ് മോം ഫോർ ഹെൽപ്പിംഗ് മീ ഇൻ മൈ പ്രോബ്ലംസ്, വി വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ മോം. അങ്ങനെ കുറേ ലെറ്റേഴ്സ് ഉണ്ട്. അടുത്ത മൂന്നാമത്തെ തട്ട് തുറക്കുമ്പോൾ ഒരു പൂവ് ഇങ്ങനെ കുറേ സിൽവർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ പൂക്കൾ പോലെ ഉണ്ടാക്കിയത്. ഞാണ്ട് ഈ കളർ പേപ്പറൊക്കെ വെച്ച്, ബ്ലാക്ക് കളർ പേപ്പറും സിൽവർ പേപ്പറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, കുറേ പേപ്പേഴ്സ്, കളർ പേപ്പേഴ്സൊക്കെ വെച്ചുകൊണ്ട്, പിന്നെ കുറേ കോപ്പിക്കൂടെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവരെല്ലാം കൂടെ കഴിച്ചു തീർത്ത്. അങ്ങനെ എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. എനിക്ക് അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായൊരു ബർത്ത്ഡേ കൂടിയായത്. കാരണം ഇത് കാണുന്നവർക്ക് ഈ ഒരു വലിയ സംഭവമൊന്നും അല്ലാതെന്ന് വിചാരിക്കും. പക്ഷേ അത് എനിക്ക് എൻ്റെ മോള് തന്നപ്പം എനിക്കത് വലിയൊരു ഗിഫ്റ്റ്, ഒരു വലിയ ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി. എനിക്കന്നേരം ഭയങ്കര കരച്ചിൽ, ഇപ്പോഴും എനിക്ക് കരച്ചിൽ മനസ്സിൽ, എനിക്ക് എൻ്റെ ഒരു ഇത് എൻ്റെ മനസ്സിലിങ്ങനെ എനിക്ക് വിങ്ങുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഹാപ്പി ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. താങ്ക് യു.